ചോദ്യപേപ്പർ ചോർച്ചയിൽ 6 അംഗ സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. അന്വേഷണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലാകും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സമാന്തരമായി പോലീസ് അന്വേഷണവും നടക്കും. ചോദ്യപേപ്പർ ചോർച്ച അതീവ ഗൗരവതരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസും സമിതി അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായി രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരും. രശ്മി, ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കും, മറുവശത്ത് 6 അംഗ സമിതിയും ഇക്കാര്യം അന്വേഷിക്കും. വളരെ ഗൗരവത്തോടെ സർക്കാർ ഇതൊക്കെ കാണുന്നുവെന്നോ? അത്തരത്തിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു. സർക്കാർ തലത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. 6 അംഗ സമിതി 1 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള വിഷയമാണ്. രണ്ടാമതായി പരിശോധിക്കുന്നത് ഈ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസ് നടത്തുന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറണം എന്നുള്ള കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MS സൊല്യൂഷൻ അതിനെ രൂക്ഷമായ ഭാഷയിൽ മന്ത്രി വിമർശിക്കുകയുണ്ടായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് MS സൊല്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സമിതിയോടൊപ്പം തന്നെ സമാന്തരമായി പോലീസിന്റെ അന്വേഷണം നടക്കും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പരാതി വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായി. DGPക്ക് പരാതി നൽകി ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ അന്വേഷണം വൈകുന്നതിൽ ഉൾപ്പെടെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല നേരത്തെ ഈ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ഉൾപ്പെടെ സമാനമായ രീതിയിൽ ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണമൊക്കെ നടത്തുകയും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു. ഇന്ന് നേരത്തെ ഓണപരീക്ഷ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിന് മന്ത്രി നിസാരവൽക്കരിച്ചുള്ള മറുപടിയാണ് പറഞ്ഞത്. സാധാരണയായി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഉയരാറുണ്ട്. അതിൽ അന്വേഷണം നടത്തും. ഇത്തരം പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അന്വേഷണം നടത്തി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ് എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇത്രത്തോളം ഗൗരവതരമായ ഒരു വിഷയത്തെ വളരെ നിസാരവൽക്കരിച്ച് മന്ത്രി മറുപടി പറയുകയുണ്ടായി. അതായത് നേരത്തെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ ഒരു അന്വേഷണവും ഇടപെടലും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. അതിനെ മന്ത്രി വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ വിഷയത്തിൽ ഒരു അന്വേഷണ സമിതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷകൾ ഇനിയും നടത്തണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉയർന്നു കേട്ടിരുന്നുവല്ലോ, അതിലെന്തെങ്കിലും തീരുമാനമുണ്ടോ? പരീക്ഷ തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത് പാദവാർഷിക പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നേരത്തെ സ്കൂളുകളിൽ തന്നെയാണ് ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികളിലേക്ക് പോകും. ഈ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസ് അതും ഇതിനൊരു കാരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും പരീക്ഷ തുടരാൻ തന്നെയാണ് തീരുമാനം. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, 6 അംഗ സമിതി ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.